പുണർന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ശക്തിയുണ്ട്. അവർ എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ജൂലൈ മാസത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സാധാരണ തിരിച്ചുവരവല്ല. നിങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ഒരു അവസരം, അല്ലെങ്കിൽ അവസാനിച്ചു എന്ന് കരുതിയ ഒരു ബന്ധം വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷ വിശ്വാസം പറയുന്നത്. പക്ഷെ ഒരു ചോദ്യം, രണ്ടാമത് ലഭിക്കുന്ന അവസരം നിങ്ങൾ തിരിച്ചറിയുമോ? പുണർന്ന നക്ഷത്രത്തിൽ അധിപതി ഗുരു ആണെന്ന് വൈദിക ജ്യോതിഷം പറയുന്നുണ്ട്. അതിഥിയാണ് ദേവത. അനന്ത സാധ്യതകളുടെ സംരക്ഷണത്തിന്റെ പ്രതീകമാണ് പുണർദത്തെ പല ജ്യോതിഷ ഗ്രന്ഥത്തിലും കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ പുണർദ നക്ഷത്രക്കാർ പ്രതിസന്ധിയിൽ നിന്ന് തിരിച്ചു വരുന്നവരായിരിക്കും, നല്ല മനസ്സുള്ളവരായിരിക്കും, കുടുംബത്തെ വിലമതിക്കുന്നവരായിരിക്കും, പഠിക്കാനും വളരാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും, മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ തയ്യാറാകുന്നവർ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നു. പുറത്ത് ശാന്തരും പോസിറ്റീവുമായി തോന്നുന്ന ഇവർക്കൊരു രഹസ്യ പ്രശ്നമുണ്ട്. നിങ്ങൾ പലർക്കും രണ്ടാമത്തെ അവസരം നൽകും, ചിലപ്പോൾ അത് അർഹിക്കാത്തവർക്കും. നിങ്ങളുടെ മനസ്സിനുള്ളിൽ നല്ല പേടിയുണ്ട്, നിങ്ങളെ വിശ്വസിച്ച ആളുകൾ മാറിപ്പോകുമോ എന്നുള്ളത്, അതുപോലെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുന്നത്, സ്വന്തം കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കാനാകാതെ പോകുന്നത്, ജീവിതം തങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകാത്തത്. ജൂൺ മാസത്തിൽ പഴയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മ വന്നിരിക്കാം, സാമ്പത്തിക പദ്ധതി മാറ്റേണ്ടി വന്നിരിക്കാം, കരിയറിൽ കാത്തിരിപ്പ് അനുഭവപ്പെട്ടിരിക്കാം, ഒരു ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിരിക്കാം, കുടുംബവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൂടിയിരിക്കാം. ജൂലൈ മാസം കരിയറിൽ റീസ്റ്റാർട്ട് മന്ത് പോലെ തോന്നാം. അതായത് ജോബ് ഓപ്പർച്യൂണിറ്റി, ഇൻ്റർവ്യൂ, പ്രൊമോഷൻ, പ്രൊജക്റ്റ് വീട്ടും സാധ്യതയുണ്ടെന്ന് ജ്യോതിഷ വിശ്വാസങ്ങളിൽ പറയുന്നുണ്ട്. ആ മാസം പേഷ്യൻസ് ഏറ്റവും വലിയ ആയുധമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പഴയ കോണ്ടാക്റ്റുകൾ വലിയ സഹായമാകാം, വലിയ ക്ലയൻറ്റ് തിരിച്ചു വരാം, പെൻഡിങ് ഡീൽസ് മുന്നോട്ട് പോകാം, മാർക്കറ്റ്